മയക്കുമരുന്ന് കച്ചവടം നിങ്ങളെ നടത്തുന്നവരാൽ നിങ്ങൾ തെറ്റപ്പെടുന്നു. അതുകൊണ്ട് ധന്യനായ പൗലോസ്ലീഹ ഇന്നലെ രാത്രി ഞാൻ വായിച്ചു പറഞ്ഞു, എഫേസ്യ ലേഖനം 5:15-16 പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇവിടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടിരിപ്പാൻ നിങ്ങൾ നോക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കലും ഉപയോഗിച്ചു കൊള്ളുക. ഇന്നലെ രാത്രി അത് കഴിഞ്ഞ് ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങിയതുപോലെ 2025 അമേരിക്കയിലെ ബോളിവുഡിൽ 2 പെൺകുട്ടികൾ മറുതലിച്ചു. ആര് പറഞ്ഞു? സ്വർഗമായി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്? നോ, നെവർ. ദാറ്റ് ഈസ് എ ഫിനോമിന. അത് പറഞ്ഞപ്പോൾ 48,000 ഏക്കർ കത്തി, 28,000 വീട് കത്തിപ്പോയി, 28 പരം പേർ വന്ന് മരിച്ചുപോയി. ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങിയതിൽ ആകാശത്തിന് തീ ഇറങ്ങി. എബ്രായ ലേഖനം 12:29 ഇന്നലെ രാത്രി വായിച്ചു. എന്താ പറഞ്ഞത്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മാളികമുറി പ്രഭാഷ യേശു പറഞ്ഞു, ഒരുവൻ വരും. യോഹന്നാൻ സുവിശേഷം 14:30 ഇന്നലെ രാത്രി നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. ഇനി ഞാൻ അധികം നിങ്ങളോട് സംസാരിക്കില്ല കുഞ്ഞുങ്ങളെ. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനോട് എനിക്കൊരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി പറഞ്ഞു, നമ്മുടെ കർത്താവിനോട് അവന് കാര്യമില്ലെങ്കിൽ ദൈവ കുഞ്ഞുങ്ങളോട് അവന് കാര്യമില്ല. അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് രാത്രി ഞാൻ അവസാനിപ്പിച്ചു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഇന്നലെ രാത്രി നാം ചിന്തിച്ചു. 2ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി മഹനീയ മിനിസ്ട്രിയുടെ കൺവെൻഷന്റെ 2ാമത് രാത്രി സൂമിലായിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രി പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശീ ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്ന പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയോടെ കവാടം തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എന്റെ കാന്തൻ മടങ്ങി വരുമെന്ന് വചനപ്രകാരം ഈ രാത്രി രക്ഷയുടെ പെട്ടകത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ സൂമിൽ കൂടി പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മകനിയൻ ഇന്ന് രാത്രി 2ാമത് കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇരിക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ എടുക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുക്കണം. വാക്യങ്ങൾ ഞാൻ തന്നെ പറയും. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേർഡ്സ് 1 and 2. കുഞ്ഞാടുടെ മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവൻ ജയിക്കാനും ജയിപ്പാനുമായി പുറപ്പെട്ടു. ഉലകം ഒരു കിരീടം അവന് കൊടുത്തു. One more time revise in this evening the second book of Revelation chapter 6 verse 1 and 2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. ഒരു വെള്ളക്കുതിരയെ ഞാൻ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ ഒരു വില്ലുണ്ടായിരുന്നു. അവൻ ജയിക്കാനും ജയിപ്പാനുമായി പുറപ്പെട്ടു. ഉലകം അവന്റെ ഒരു കിരീടവും നൽകി. കണ്ണുകളെ മൂടാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ സമർപ്പിക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ജുമാത്തി പാസ്റ്റർ പറഞ്ഞതുപോലെ ഏകദേശം 1.5 മണിക്കൂറോളം ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘടനത്തിന്റെ പരിസമാപ്തിയായിരിക്കും ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇതെല്ലാം അവസാനിക്കും. ഇതെല്ലാം വെടിനിർത്തലൊക്കെ ഉണ്ടാവും. ഇന്ന് രാത്രി നിങ്ങൾ ആ ഭാഗങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. നാം ഇന്ന് യാത്ര ചെയ്യുന്നത് എ കവനന്റ് ഡീൽ, അത് ഉണ്ടാകും. ദ കോൺഫ്ലിക്ട് വിത്ത് ഇസ്രായേൽ ആൻഡ് ഹമാസ്, അതുണ്ടാകുന്ന ആഫ്റ്റർ 3rd വേൾഡ് വാറിന് ശേഷമാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ചിന്തിക്കും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ, പുതിയ നിയമത്തിലെ 262 അധ്യായങ്ങൾ. അവസാന ഭാഗമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. ഇന്നലെ ഞാൻ പറഞ്ഞു 7:30 കാൽവറിയിലെ ക്രൂശീകരണത്തിന് ശേഷം ഭക്തന്മാർക്ക് ശക്തമായ ന്യായവിധി. അതിനോടനുബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാം, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ പൗലോസ് പിന്നത്തതിൽ കർത്താവിന്റെ സന്നിധിയിൽ വന്നു. ആ പൗലോസ് പിന്നത്തതിൽ എന്തായി? ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് കണ്ണമായി ജോസിഫസ് പറയുന്നു, ഒരു മില്ലിൽ നിന്ന് വാളെടുത്ത് തലയിറക്കുന്നത് പോലെ പൗലോസിന്റെ തലയിറത്തേന്ന്. ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ദൈവകുഞ്ഞുങ്ങളെ പിന്നത്തതിൽ ഇന്ത്യയിൽ വന്ന തോമസ് ലീഗ AD 72 യാക്കോബ് അപ്പോസ്തലനെ തല കീഴായി കിളച്ചേതം വെട്ടിക്കൊല്ലുന്നു. പത്രോസിനെ നേരെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ പത്രോസ് ലീഗ പറഞ്ഞു,
അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ ആ തലകീഴായി ക്രൂശിക്കുന്നത്. 64 ഇത് കണ്ട് യാത്രയായി വയോധികനായ യോഹന്നാൻ. അദ്ദേഹം ഏത് തീച്ചൂളക്കകത്തിറങ്ങിയാലും അഡ്വാൻസ് ആയി വിടുവിക്കുക. ഇന്ന് രാത്രി ശദ്രക്കിന്റെ മേശക്കിന്റെ കരം ഉയർത്തുമ്പോൾ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങിയതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി തന്റെ വാഗ്ദത്തങ്ങളെ തകർക്കുക. പിശാച് പദ്ധതി വെച്ചാലും അതിന്റെ നടുവിൽ നിന്ന് എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. തീജ്വാലയ്ക്കകത്ത് വെളിപ്പെട്ട ദൈവത്തിന്റെ കരമിറങ്ങി വരും. വിശ്വസിക്കുന്ന മക്കൾ, ഈ രാത്രി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പേ ദൂതനെ അയക്കുന്ന ദൈവം, ദുർഘട പാതകൾ നിരപ്പാക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ സംഭവിച്ചത്? ആ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്തു. അവിടുന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണക്കകത്ത് കുട്ടുകത്തിനകത്ത് വലിച്ചിട്ടു. സം ടൈം അവർ കാത്തിരുന്നു മരണം കാണുവാൻ. തിളയ്ക്കുന്ന എണ്ണയ്ക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഹൈലി ബോയിൽ അഥവാ നല്ല തിളയ്ക്കുന്ന എണ്ണ, ഓയിൽ അതിനകത്ത് വലിച്ചിട്ടു. അവരുടെ പ്രതീക്ഷ ഒരു 10 മിനിറ്റ് കൊണ്ട് ഭരിക്കുമെന്ന്. എന്നാൽ അവർ കുട്ടുകത്തിന് ചുറ്റും കാത്തുന്നു. ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രി മനസ്സിലാക്കണം, അവർ കുട്ടുകത്തിന് ചുറ്റും കാത്തുന്നപ്പോൾ ആഫ്റ്റർ 10 മിനിറ്റ്സ് ചരിത്രം പറയുന്നു, അവൻ തല ഉയർത്തി അവരോട് പറഞ്ഞു, എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണം, വളരെ തണുപ്പുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് സെക്കൻഡ് ഡേ മകനെയും കൺവെൻഷൻ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കുക, ദൈവദാസനെ ശരീരത്തിനകത്ത് കാറ്റ് കയറിയിട്ടും അദ്ദേഹം മരിച്ചില്ല, ശരീരത്തിനകത്ത് എണ്ണ കയറിയിട്ടും മരിച്ചില്ല. കുഞ്ഞെ, കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, എണ്ണയ്ക്ക് നല്ല തിളപ്പുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയില്ല. ഇന്ന് രാത്രി മകനീയ ഓൺലൈനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, നിന്നോട് ദൈവം വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് ദൈവം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ പ്രതിസന്ധികൾ നിനക്ക് നേരെ വരാം, ഈ ചുളപുള്ള അനുഭവം നിനക്ക് വരാം, നീ തകർന്നു പോകുമെന്ന് നാട്ടുകാർ കാത്തിരിക്കും, നിന്റെ പരാജയം കാണുവാൻ കാത്തിരിക്കും. എന്നാൽ അതിന്റെ നടുവിൽ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല ഉയർത്തുന്നത് പോലെ ഇന്ന് രാത്രി തല ഉയർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവം എന്റെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ എന്നെ ഉയർന്നു. അപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാതിന്റെ ലീഡർ? അപ്പൊ പറഞ്ഞു, മൊർദെഖായി. എന്നൊരു കൽപ്പന ആരുടെ കയ്യിൽ കിട്ടിയെന്നറിയാമോ? എന്താ കൽപ്പന കിട്ടിയത്? പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ മൊർദെഖായിയെ തൂക്കാനുള്ള കൽപ്പന. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി അവിടെ എല്ലാം അവൻ പോസ്റ്റ് ഒട്ടിച്ചു. സകല സ്ഥലത്തെ പോസ്റ്റ് ഒട്ടിച്ചു. നിങ്ങളുടെ പ്രത്യാശയോടെ ഷാർജയിലും ഡോളയിലും എവിടെയൊക്കെ പോസ്റ്റ് ഒട്ടിക്കാൻ ഒട്ടിച്ചു. നാട്ടുകാരോട് എല്ലാം പറഞ്ഞവനെ തൂക്കുമെന്ന്. അന്നൊരു സംഭവം നടന്നു. നാടൻ മലയാളത്തിൽ ലാംഗ്വേജ് താന്ന് തന്നെ പറയാം. എവിടെയോ ചായ കുടിച്ചുകൊണ്ട് മൊർദെഖായി ഇരുന്നപ്പോൾ 2 പേർ, കൊട്ടാരത്തിന്റെ അംഗരക്ഷകർ, വിദ്വാനും തേരശും, ഒരു പദ്ധതി വെക്കുന്നു. ഒരു പദ്ധതി വെച്ചാൽ എന്താ? ഈ രാജാവിനെ കൊല്ലുവാൻ പദ്ധതി വെക്കുന്നു. അപ്പോൾ അതെങ്ങനെയോ മൊർദെഖായി കേട്ടു. കൊട്ടാരത്തിനകത്തും ചിറ്റപ്പന്റെ മക്കൾ എസ്തേർ ഉണ്ടായിരുന്നു. അവളോട് പറഞ്ഞു, നിന്റെ രാജാവിനെ കൊല്ലുവാൻ പദ്ധതി വെക്കുക. നാടൻ മലയാളം ലഘുവായി. അന്നത്തെ കാലത്ത് എന്തോ കോവിഡ് കാലം, രാജാവ് അത് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു. പക്ഷെ മറുപടി കിട്ടിയില്ല. ഇറ്റുകൊടുക്കുന്ന തിരക്കായി പോയി. ആ സമയത്ത് കാര്യങ്ങളും മാറി പറഞ്ഞു. ഹാമാൻ മൊർദെഖായിയെ കൊല്ലുവാൻ പല വഴികളും ഉണ്ടാക്കി. വീട്ടിനകത്ത് ചെന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മൊർദെഖായി ആരാധിക്കുന്ന മൊർദെഖായിയെ ഞാൻ തകർത്ത് കൊട്ടാരത്തിന്റെ പട്ടും വളയും എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നവർക്കായി ആ സമയത്ത് ആ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരാധിക്കുന്നവനോട് മറുതലിച്ചാൽ നിനക്കെതിരെ ന്യായവിധി വരും. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരിക്കുമ്പോഴാ പട്ടണം മുഴുവൻ ഉപവാസത്തിലായി. മൊർദെഖായി ലീഡറാ. യഹൂദ ജനം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് മൊർദെഖായി ഒരു കാര്യം പറഞ്ഞു. ആരോട് പറഞ്ഞു? എസ്തേറോട്. ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ തയ്യാറായാൽ നിനക്കെഴുതിയ എന്റെ രേഖകളെ മാറ്റുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഉപവാസത്തിനൊരു മറുപടിയുണ്ട്, കണ്ണുനീരിനൊരു മറുപടിയുണ്ട്. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കാൽ ഇന്ന് രാത്രി ഏത് രാജ ഇടിവിൽ നിൽക്കാൻ എസ്തേർ ചെന്ന് രാജാവിനോട് പറഞ്ഞൊരു കാര്യം, രാജാവ്, കഴിഞ്ഞ നാളുകൾ നിനക്കൊരു പ്രതിസന്ധി വന്നു. നിന്നെ തട്ടുവാൻ വിദ്വാനെ തേരശ് പദ്ധതി വെച്ചു. ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടായില്ല. ആ സമയത്ത് പാവപ്പെട്ട മൊർദെഖായി പറഞ്ഞതനുസരിച്ച് ഞാൻ നിന്നോട് പറഞ്ഞതിലാ നീ രക്ഷപ്പെട്ടത്. പക്ഷെ പകരമായി എന്ത് കൊടുത്തു? അയ്യോ, രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. എസ്തേർ, ഞാനൊന്നും കൊടുത്തില്ല. പിറ്റേന്ന് രാവിലെ, നാടൻ മലയാളത്തിൽ തന്നെ പറയാം, പിറ്റേന്ന് രാവിലെ ആര് വന്നു? ഹാമാൻ വന്നു. ഹാമാൻ വന്നപ്പോൾ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു വ്യക്തിയെ ആദരിക്കാൻ പോവാ. ഹാമാൻ വിചാരിച്ചു, എന്നെ അല്ലാതെ ആരെ ആദരിക്കാനാ? അപ്പൊ പറഞ്ഞു, ഒരു ആദ്യം വാഹനം എഴുതാൻ പറഞ്ഞു, കിയാ കാർണിവൽ. ഹാമാൻ വിചാരിച്ചു, എനിക്ക് മാത്രമല്ല ഭാര്യ കൂടെ ഒന്നിരിക്കട്ടെ. കിയാ കാർണിവലിന്റെ 2 വണ്ടി അങ്ങ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഹാമാനോട് പറഞ്ഞു ഫ്ലാറ്റ് എഴുതിക്കൊള്ളാൻ. അദ്ദേഹം, നിങ്ങൾ ഷാർജയിൽ നിൽക്കുന്ന റോളാ സ്ക്വയറിൽ അപ്പൊ ഒരു 4 ഫ്ലാറ്റ് അങ്ങ് എഴുതി. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു,
ഒരു കോംപ്ലക്സ് എഴുതിക്കോളാൻ. അദ്ദേഹം എടുക്കുന്നവർക്കായി ആരാധിക്കുന്നവനെ തകർക്കാൻ ഒരു കൈരേഖയ്ക്ക് കഴിയത്തില്ല. ആരാധിക്കുന്നവനെ തകർക്കാൻ ഒരു ലീഡർഷിപ്പിന് കഴിയത്തില്ല. അന്യഭാഷയിൽ ഉയർത്തുന്നവനെ തകർക്കാൻ ഒരു മന്ത്രവാദിക്ക് കഴിയത്തില്ല. പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദിസ് നൈറ്റ്, യേശുവിന്റെ നാമത്തിൽ പല നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, അന്തപുരത്തിനകത്ത് പലരും നിന്റെ രേഖകൾ തടഞ്ഞു വെച്ചേക്കാം. പക്ഷെ ഇന്ന് രാത്രി നീ കണ്ണുനീരോടെ നിലവിളിക്കാൻ തയ്യാറായെങ്കിൽ എസ്തേറിനെ കരങ്ങളിലെടുത്ത് ആ എസ്തേറിനെ കൊണ്ട് രാജാവിന്റെ കരത്തിനകത്ത് കരം കൊടുത്ത് ഹാമാനെതിരെ ഹല്ലേലൂയ മൊർദെഖായിക്കെതിരെയുള്ള കുരുക്കുകളെ അഴിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ആത്മാവിൽ നീ ആരാധിക്കുമെങ്കിൽ നിന്റെ പ്രോപ്പർട്ടിയുടെ വിഷയത്തിനകത്ത്, നിന്റെ വിസയുടെ വിഷയത്തിനകത്ത്, നിന്റെ ഭാവിയുടെ വിഷയത്തിനകത്ത് നാളുകളായി രേഖ എഴുതി വെച്ച് നീ പുറത്തു വരാതെ പിശാച് ബന്ധിച്ച അമിക്കയറുകളെ തകർക്കുക. ഇന്ന് രാത്രി കൊട്ടാരത്തിൽ ഇറങ്ങിയ ദൈവകരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പോസ്റ്റർ ഒട്ടിച്ചത് ഹാമാന. പക്ഷെ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കരം ഉയർത്തിക്കൊണ്ട് ഈ കൺവെൻഷൻ കൂട്ടുകൾ അന്ത്യകാല സംഭവത്തിൽ കരം ഉയർത്തി പറയണം, ആരൊക്കെ എനിക്കെതിരെ പദ്ധതി വെച്ചാലും, ആരൊക്കെ എനിക്കെതിരെ പോരാട്ടം അഴിച്ചുവിട്ടാലും, എന്റെ പരാജയം കാണുവാൻ നാട്ടുകാർ കാത്തിരുന്നാലും, ഹല്ലേലൂയ ഇന്ന് രാത്രി എന്റെ തകർച്ച കാണുവാൻ എന്റെ രക്തബന്ധങ്ങൾ കാത്തിരുന്നാലും, കഴിമരം ഉണ്ടാക്കിയ ഹാമാൻ അതിൽ വീണതുപോലെ കരം ഉയർത്തുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്ന് രാത്രി കരമുയർത്തി പറയണം, ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. എന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങള് ആരാ നിങ്ങളുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്റെ കണ്ടെങ്കിൽ സിസ്റ്റർ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, ബ്രദർ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഇന്ന് രാത്രി അതുകൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി അഭിഷേകത്തോടെ പ്രത്യാശയോടെ കരമുയർത്തി ക്രിസ്തുവിൽ കരമുയർത്തി ഞാൻ എല്ലാ കാലത്തെ യഹോവയെ വാഴ്ച അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ സൂപ്ലാറ്റുമൊബിൽ പറയണം, ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്ക് കുറവില്ലാതെ എന്നെ മരുഭൂ പ്രയാണത്തിൽ കരം പിടിച്ച് നടത്തുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനെ പിടിച്ചുയർത്താൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, 1000 ആണ്ട് ശാപത്തിൽ കിടന്ന രൂത്തിനെ പിടിച്ചുയർത്തുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി തകർക്കാൻ വെച്ച ഹാമാന്റെ കൊടിക്കീഴിനകത്ത് മൊർദെഖായിയെ കരം പിടിച്ചുയർത്താൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ആ കരം തളർന്ന കരമല്ല. ഈ രാത്രി വിളിച്ചു പറയുന്ന ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണുനീരിന്റെ ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്നാ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുക, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ഒരു കാമാന്യ ശക്തികൾ എനിക്ക് നേരെ ഉണ്ടായാലും, ശത്രു എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രാത്രി പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ മാറത്തില്ല. നിന്നെ തകർക്കുവാൻ ദുഷ്ടപിശാച് പദ്ധതി വെക്കും. നിന്റെ കുട്ടുകത്തിനകത്തിട്ട് നിന്റെ മരണം കാണുവാൻ പദ്ധതി വെക്കും. അതിന്റെ നടുവിൽ രക്ഷപ്പെടുമ്പോൾ അവസാനമായ യോഹന്നാനെ നാട് കടത്തുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പത്മോസിന്റെ ഏകാന്തതയിൽ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. അവസാനമായി അതാ ആദ്യനന്ത്യം, ആൽഫ ഒമേഗ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലെ സംഭവിക്കാനുള്ളത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം പുതിയ ആകാശവും പുതിയ ഭൂമി ഞാൻ കണ്ടു. 1-ാമത്തെ ആകാശവും ഭൂമി പൊഴിഞ്ഞു പോയി. 22 ഞാൻ വേഗം വരുന്നു. Behold, I am coming soon. നീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതേ വളരെ താഴ്മയോടെ 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവ, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭയിലില്ല. അനന്തര സ്വർഗത്തിൽ 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാൽ, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ഇവിടം തൊട്ട നാം ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. അടുത്ത ഭാഗം നാളെ രാത്രി. ഇന്ന് നടക്കുന്ന പശ്ചിമേഷ്യയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ദൂതന്മാരുടെ യുഗം വളരെ ക്ലിയർ ആയിട്ട് സമയം കർത്തദാസൻ സന്നദ്ധ നിങ്ങൾ സൂമൽ സഹകരിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അത് ക്ലിയറാ. അനാദിയുടെ പ്രത്യേകത, ആദിക്ക് പിറകിൽ അനാദിയിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ശ്രദ്ധയോടെ ഇരിക്കണം കുഞ്ഞുങ്ങൾ. 1 സ്വർഗീയ കമാൻഡറായി മീക്കായൽ, സ്വർഗത്തിന്റെ സന്ദേശമായി ഗബ്രിയേൽ മാലാഖ,
സ്വർഗത്തിന്റെ ആരാധനാ സംഘത്തിൽ ഒരു പ്രമുഖ വ്യക്തി ഉണ്ടായിരുന്നു. നമ്മളുടെ ഭാഷയെ പറഞ്ഞ വർഷിപ്പ് ലീഡർ. അവന്റെ പേര് ലൂസിഫർ. അവൻ ലൂസി പ്രകാശം രശ്മി. അവൻ സ്വർഗത്തോട് മരുതലിച്ചു. അരുണോദയപുത്രനായ ശുക്ര നീ വെട്ടേറ്റ് വീഴുന്നങ്ങനെ. അവൻ ആ തേജസ് നഷ്ടപ്പെട്ട ദൂതൻ. അതാ നമ്മൾ ഞാനൊരു പാട്ട് നിങ്ങളുടെ ചർച്ച മകനിയങ്കാര് പാടും. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ അറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. നാളെ തള്ളപ്പെട്ട ദൂതൻ ആരാകും നമ്മൾ വെളിപ്പാട് ചിന്തിക്കുന്ന ആള്. വെളിപ്പാടിനകത്ത് വരുമ്പോൾ തള്ളപ്പെട്ട ദൂതനെ കാണുന്നു. പത്രോസ്ലീഹ ധന്യം ചൊല്ലി ഇങ്ങനെ ഒരു ഭാഗം എഴുതി, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസിനകത്താക്കി ന്യായം വിധിച്ചു. അങ്ങനെയെങ്കിൽ അത് ആ ദൂതന്മാരുടെ യുഗം. രണ്ടായി നിൽക്കൽമഷ യുഗം. നിൽക്കൽമഷ യുഗത്തിന്റെ പ്രത്യേകത ശ്രദ്ധയോടെ ഇരിക്കണം. ഏതെന്റെ കുടുംബത്തിനകത്ത് ആദമി കുടുംബം പാപം ചെയ്തു രക്ഷയുടെ വസ്തു നഷ്ടപ്പെടുത്തി. നിൽക്കൽമഷ യുഗം. മൂന്നാമത്തെ യുഗം മനസ്സാക്ഷി യുഗം. 9 മാസം 9 ദിവസം 9 വിനാഴിക ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന 2 കുഞ്ഞുങ്ങൾ കായും ഹാബേലിനെ കൊല്ലുന്നു. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങുന്നു. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കായിനെ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ സ്വർഗത്തോട് അവൻ മറുതലിക്കുന്നു, ഞാൻ അവന്റെ കാവൽക്കാരൻ. ആ യുഗത്തിന്റെ പേര മനസ്സാക്ഷി യുഗം. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗത്തിന്റെ പ്രത്യേകത, സീനായുടെ മടിത്തട്ടിൽ മോശ 250 പ്രമാണം, 10 കൽപ്പന. എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, ആ കൽപ്പനകളൊക്കെ അവിടെ എറിഞ്ഞുടച്ചു. ന്യായപ്രമാണത്തിന്റെ അവസാന കന്യാ സ്നാപക യോഗം ഞാൻ വരുന്നു. അതാ ന്യായപ്രമാണ യുഗം. 5 സങ്കലന യുഗം. സങ്കലന യുഗത്തിന്റെ പ്രത്യേകത, യോഹന്നാൻ ഇവിടെ ഉണ്ട്, കൂടെ വാഴ്ത്തപ്പെട്ട മശിക. ബൈബിൾ ഞങ്ങളുടെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. 66 66 പുസ്തകങ്ങളാണ് ബൈബിളിനകത്തൊരു മിനി ബൈബിളുണ്ട്. 39 നിഴലും 27 പൊരുളും. അതാ യെശയ്യാ പ്രവചനം. 40 തുടങ്ങുന്ന ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ കൂടെ എടുത്തപ്പോഴെങ്കിലും വായിക്കാം. കേട്ടോ, ഒരുവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, ദുർഘടപാതകൾ നിരവാക്കുവിൻ, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ വിട്ടൊഴിയുവാൻ. അങ്ങനെയെങ്കിൽ അതായിരുന്നു യോഹന്നാൻ. യോഹന്നാന്റെ തല താലത്തിൽ അറക്കുമെന്ന് സ്വർഗത്തിനറിയാം. മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബേത്ലഹേമിൽ മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ വയസ്സിൽ സ്നാനം, പള്ളിയിൽ പോകുന്നു. ശിഷ്യന്മാരുടെ നടുവിലൊക്കെ അത്ഭുതം ചെയ്ത് 31 വയസ്സിൽ പരമയാഗമാകുന്നു. തിരുവഴുത്തിൻ പ്രകാരം അവൻ അടക്കപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തും. 40-ാം ദിവസം ശിഷ്യന്മാരെ ഒലിവുമലയിൽ, അതാ ഇന്നലെ ഞാൻ പറഞ്ഞ ഒലിവുമലയുടെ പ്രത്യേകത. ഇന്നത്തെ പ്രഭാഷണം ഒലിവുമലയിലേക്കാണ്. ഒലിവുമലയിൽ ശിഷ്യന്മാരെ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. സമയമുണ്ട്, ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാൻ ബസ്. ആ മേഘം താഴേക്ക് വന്ന് അവൻ മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു. സെൻട്രൽ പാസ്റ്റർ മരിക്കുമ്പോൾ കുഞ്ഞു പാസ്റ്റർമാർ നിൽക്കുന്ന പോലെ ശിഷ്യന്മാർ വ്യാകുലരായി നിൽക്കും, മിക്കവരും മീൻപിടുത്തക്കാർ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഗലീല പുരുഷന്മാരെ, ഗലീലയിലെ മീൻപിടുത്തക്കാരെ, എന്തിനു നിങ്ങൾ വിഷണരായി നിൽക്കുന്നു? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. 6-ാം യുഗം കൃപായുഗം. അതാ പെന്തക്കോസ്ത് പെരുന്നാൾ. 120 പേർ സഖീവൻ മാളിക മറി. 107 വിശ്വാസ സമൂഹം. യേശുവിന്റെ അമ്മ മറിയാം, യൂദായ്ക്ക് പകരം മർത്തിയാസ്. അവർ 120 പേർ പെന്തക്കോസ്ത് പെരുന്നാൾ പ്രാർത്ഥിക്കുമ്പോൾ യോവേൽ എന്ന് പറയുന്ന കൊച്ചു പ്രവാചകൻ, അഥവാ 10 ദിവസത്തെ വഴിദൂരം, 240 ഹവേഴ്സ് സഖീവൻ മാളിക മർക്കോസിന്റെ മാളികമുറിയിൽ നിൽക്കുമ്പോൾ യോവേൽ പ്രവചനത്തിന്റെ നിവർത്തി, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ എന്റെ ആത്മാവിന്റെ പുത്രന്മാരെ പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിൽ കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന അതിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ യുഗം ആ കൃപായുഗം. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗമുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 എവർലാസ്റ്റിംഗ് എറ്റേണിറ്റി, നിത്യനിത്യ യുഗമാണ്. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1-ാമത്തെ സംഭവം, ദൈവസഭ എടുക്കപ്പെടും. പെന്തക്കോസ്ത് അല്ല, CSI അല്ല, മർത്തോമയല്ല, എല്ലാ ഡിനോമിനേഷൻസ് വചനപ്രകാരം. ഏതാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. അതവിടെ നിൽക്കണം. 2-ാമത്തെ കാര്യം, ഒരന്തിമ യുദ്ധം ഉണ്ടാകും. നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങളോട് പറയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 2024 ലാസ്റ്റ്, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് പലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് മഹ്മൂദ് അബ്ബാസ് റഷ്യയിൽ പോയി വ്ലാഡിമിർ പുടിനെ കണ്ടിട്ട് പറഞ്ഞു, സാറേ നീ ഞങ്ങൾക്ക് മേധാവിയാകണം. ബൈബിള് ഞാൻ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ തന്നെ 2025 ഫെബ്രുവരി, ദി സെക്കൻഡ് ടൈം, the topmost leaders of Hamas, അതിന്റെ ടോപ്പ് മെമ്പേഴ്സ് ആഗിയ സിൻബർ, ഇസ്മായിൽ ഹനിയ, അവരൊക്കെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഹമാസിന്റെ ഫൈറ്റേഴ്സ് എന്ന് റഷ്യയോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് മേധാവിയാകണം. അതിനാസ്പദമായ മാഗോഗ് ഒരുമിക്കുന്നു. ഗോഗും മാഗോഗും കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കാണുന്നു. വടക്കൻ കൊറിയ,
ചൈന, റഷ്യ, ഇവരെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കും. ബൈബിൾ കോഡ് 2600 കൊല്ലം മുമ്പ് കേബാർ നദീ തീരത്ത് എസെക്കേലിനോട് സ്വർഗം പറഞ്ഞൊരു പ്രവചനമായത്. നിങ്ങളുടെ ബൈബിൾ കൂടെ വായിക്കണം. എസെക്കേൽ 38:7-8. നീയോ അവർക്ക് മേധാവിയായി തീരും. റഷ്യ ഏറിയ നാൾ കഴിഞ്ഞ് സന്ദർശിക്കപ്പെടും. ലാറ്റർ ഡേയ്സ് ആർ യു വിസിറ്റഡ്. എവിടെ വെച്ച് നീ സന്ദർശിക്കപ്പെടും? വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഒടുക്കം നീ വന്നു ചേരും. യുദ്ധങ്ങളിലെല്ലാം പരിസമാപ്തി അവിടെ വന്നു ഒടുക്കം വന്നു ചേരും. എവിടെ? നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകൾ. 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂങ്ങം മൂളിയുമായ ആരും തേനുമെടുക്കുന്ന കനാൻ ദേശത്തിൽ വന്നു ചേരും. രാത്രി മകനീയ ദൈവസഭയുടെ പ്രത്യാശ. അതൊക്കെ ഇവിടെ നടക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. സദൈവോടെ ദൈവമക്കൾ പ്രാർത്ഥനയോടെ. ഇന്ന് രാത്രി അതിനോടനുബന്ധിച്ച് 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിൽ വരണം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ യുണൈറ്റഡ് നേഷൻ. 3-ാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പ്രമോടിയായി ഒരുവൻ ഭരണത്തിൽ വരും. വെള്ളക്കുതിര, അതാ ഈവൽ സ്പിരിറ്റും എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലം. അതിനാസ്പദമായി അവൻ 2 പേരുമായിട്ട് കരാറൊപ്പെടും. 1 ഇന്നത്തെ ഇസ്രായേൽ, 2 അറബ് ലീഗ്. ഇസ്രായേലുമായിട്ടുള്ളതായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. അറബ് ലീഗുമായിട്ടുള്ള നാളെ കരാറൊപ്പെടുന്നതിനെ പറ്റി നാം ചിന്തിക്കും. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഇടിമുടക്കം പോലെ ശബ്ദം. 4 ജീവികളിൽ ഒന്ന് അവന്റെ കയ്യിൽ ഒരു ബില്ലും ഉണ്ടായിരുന്നു, വേൾഡ് റൂള്. അത് അവൻ ജയിപ്പാനായി പുറപ്പെട്ടു. ഒരു കിരീടം അവന് കൊടുത്തു. സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നമുണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കണം, ഇസ്രായേലിന് ദേവാലയമില്ല. ഇതായിരിക്കും ഇന്നത്തെ ഹമാസ് സൊല്യൂഷൻസുമായിട്ട് വരുന്ന അന്തിമ ദിനത്തിലെ ഒത്തുതീർപ്പ്, ലോകമഹായുദ്ധം. അതിനു മുമ്പൊക്കെ ദൈവസഭ ഇവിടുന്ന് പോകും. ഇന്നലെ രാത്രി ഞാൻ ഒരിക്കൽ കൂടി പ്രവേശിക്കുന്നു. മത്തായി 24:1-2-3-4-5. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു. ഗുരു, ഇത് കണ്ടില്ലേ? യേശു പറഞ്ഞു, മേൽ കല്ല് ശേഷിപ്പോ അത് ഇടിഞ്ഞു പോകും. അവൻ ഒലിവുമലയിൽ തരിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന്, അതെപ്പോൾ സംഭവിക്കും? നാഥാ, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. മറുപടിയുടെ 1-ാം ഭാഗത്തിൽ ഒരു ഭാഗം ഇന്ന് രാത്രി ബൈബിൾ കൂടെ മാത്യു ചാപ്റ്റർ 24:32-33-34. അതിൽ 1-ാം ഭാഗം. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പിയും അതിന്റെ കൊമ്പിളത ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഇന്ന് ഇസ്രായേലിന്റെ 3 മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവദാസന്മാർ. 1 രാഷ്ട്രീയം. ഹോശയ്യ 9:10 ബൈബിൾ കൂടെ എടുക്കണം. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. രാഷ്ട്രീയ ഇസ്രായേൽ. 2 മുന്തിരി. യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു. അവന്റെ ആത്മീയത്തെ കാണിക്കുന്നു. 3 സൗന്ദര്യം. സങ്കീർത്തനം 128:1-2-3-4. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കുഞ്ഞെ, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും. 1 അത്തി, രാഷ്ട്രീയം. അത് കഴിഞ്ഞ് മുന്തിരി, ആത്മീയം. ഒലിവ്, സൗന്ദര്യം. 1948 മെയ് 14. ഇന്നലെ രാത്രി നിങ്ങളോട് ഞാൻ പറയേണ്ട ഒരു ഭാഗത്തിന്റെ 2-ാം ഭാഗം. 1914 മുതൽ 19 വരെ 1-ാം ലോകമഹായുദ്ധം. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ അത്തിച്ചെടി കുടിച്ചു വെക്കുന്നു. 1939 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധം. ഏകദേശം 5.5 കോടി പേർ മരിക്കുകയും അന്ന് മിസ്റ്റർ ടിക്കോ പറഞ്ഞു, അദ്ദേഹമായിരുന്നു ആറ്റം വികസിപ്പിച്ചത് അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ. അതിന്റെ പ്രതിഫലമായ 48 ഏപ്രിൽ 14 പെസഹ വ്യാഴം. മെയ് 14 ഇസ്രായേൽ എന്ന സാന്ദ്രൻ രാഷ്ട്രം സ്വതന്ത്രമായി 6 കാലുള്ള വെള്ള പതാക ഉയർത്തിക്കൊണ്ട് ഡേവിഡ് ബെൻ ഗൂറിയൻ പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. അന്നത്തെ ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനം ടെൽ-അവീവായിരുന്നു. 22,700 കിലോമീറ്റർ ഇന്നത്തെ ഇസ്രായേൽ. ഒത്ത നടുക്ക് 671 കിലോമീറ്റർ ജെറുസലേം ഉണ്ട്. നാളെ അതിനെ ചിന്തിക്കും. മറപ്പുറത്ത് കിടക്കുന്നതാ ഫലസ്തീൻ പ്രോവിൻസ് 6,780 കിലോമീറ്റർ. അതിനകത്ത് തലസ്ഥാനമായി വരുന്ന റമല്ലയ, അതിനോട് ചേർന്ന് നസറത്തുണ്ട്. ഇപ്പുറത്തോട് ചേർന്ന് വെസ്റ്റ് ബാങ്ക്. ഇതൊരു വലിയ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന 273 കിലോമീറ്റർ, ഏകദേശം 23 ലക്ഷത്തിൽ പരം പേരുള്ള ഗാസ സ്ട്രിപ്പ്. ഗാസയുടെ 4 നഗരങ്ങൾ. എക്രോനുണ്ട്, കാനിയോനിസ് ഉണ്ട്, സഹറുണ്ട്. ഇന്ന് കലുഷിതമായിരിക്കുന്ന റാഫയുണ്ട്.
അതുകൊണ്ട് ഗാസ സിറ്റിയിലേക്ക് കടക്കാൻ 2 ഭാഗങ്ങളെ ഉള്ളൂ. ഒന്ന് ഇസ്രായേലിന്റെ ബോർഡർ, 2 ഈജിപ്തിന്റെ ബോർഡർ. അതുകൊണ്ടാണ് ജനം കുഴയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് വരുന്നു. ഇത് ഈ ദിനങ്ങളിൽ അവസാനിക്കും. അവരൊരു അജണ്ട വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എതിർ ക്രിസ്തു 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? അതിനാസ്പദമായി നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. യഹൂദന് വേണ്ടി ദേവാലയം പണിഞ്ഞു കൊടുക്കും. അപ്പോൾ അറബ് ലീഗിന് ജെറുസലേം വിട്ടുകൊടുക്കും. അതാ ഇവിടെ നടക്കുന്ന കോംപ്രമൈസ്. അതർവൈസ് ഈ കൊലീഷൻ വരുന്നത് അവസാന വിധിയിലായിരിക്കും. അതിനാസ്പദമായി യഹൂദന്റെ ദേവാലയം എതിർ ക്രിസ്തുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 1-ാമത്തെ ദേവാലയം സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് പോയി 2-ാമത്തെ ദേവാലയം ജ്ഞാനിയെ ശലോമോൻ പടുത്തുയർത്തി. ഇന്നലെ ഞാൻ പറഞ്ഞു, BC 666 നെബൂഖദ്നേസർ രാജാവ് അതിനെ തകർത്ത് കളഞ്ഞു. അതാ 2-ാമത്തെ ദേവാലയം. അത് കഴിഞ്ഞ് 3-ാം ദേവാലയം കോരശ് എന്റെ ഇടയ യെശയ്യാ 45, എസ്ര, നെഹമ്യാവ്, സെരബാബേൽ ഇവരാൽ ദേവാലയം പണിയപ്പെട്ടു. പക്ഷേ അത് തകർന്നില്ല. അത് ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിലാണ്. യേശു പറഞ്ഞത് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പ് അത് ഇടിഞ്ഞു പോകും. വൺ മോർ ടൈം റിവൈസ്. ചില സബ്ജക്റ്റ് അടുത്തതായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ 1 ടാബർനാക്കൽ സമാഗമന കൂടാരം, കതിരമരം കൊണ്ട് മരുഭൂമിയിൽ മോശയ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. 2 ശാനികൾ ജ്ഞാനിയായ ശലോമോൻ 606 നെബൂഖദ്നേസർ തകർത്തു. 3 കോരശന്റെ ഇടയ എസ്ര, നെഹമ്യാവ്, സെരബാബേൽ അവരാൽ പണിയപ്പെട്ടു. അത് ഇടിഞ്ഞില്ല. ഹേരോദാവിന്റെ കാലത്ത് 46 വർഷം കൊണ്ട് പുതുക്കി പണിയുന്ന ദേവാലയമാ തകരുന്നത്. ഇവിടെ ഒരു ഭാഗം. 1-ാമത്തെ സംഭവം AD 68 ടൈറ്റസ് രാജ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ യെരുശലേം ദൈവാലയത്തിന്റെ താഴ്വരയിലെല്ലാം ഇവൻ പടകളെ വിന്യസിച്ചു. എല്ലാവരും ഇവിടെ കേൾക്കണം. ആ സമയത്ത് ഒരു വാർത്ത വന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാം? പടയാളികളോട് പറഞ്ഞു, നമുക്ക് മറ്റൊരു അവസരത്തിൽ ആക്രമിക്കാൻ തിരിച്ചു പോകാം. 1-ാമത്തെ നിരൽ യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം കേട്ട പലരും ആലയത്തിലുണ്ടായിരുന്നു. ഇസ്രായേലുമായിട്ടുള്ള ചരിത്രത്തിൽ അവരന്ന് പെല്ലാ മലയിലേക്ക് ഓടിപ്പോയി വചനം കേട്ടവർ. അതിനുശേഷം AD 70 ടൈറ്റസ് വന്ന് ആനയെ കൊണ്ടുവന്ന് യെരുശലേം ദൈവാലയം തകർത്ത് കളഞ്ഞു. ഇവിടെ വളരെ താഴ്മയോടെ, അതുകൊണ്ട് ടൈറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട്, പ്രവചനമായതുകൊണ്ട് മഹനീയത്തിനോട് പറയുന്നു, വചനം കേട്ടവർ അന്ന് പെല്ലയിലേക്ക് ഓടിപ്പോയെങ്കിൽ ഒരു 3-ാം ലോക മഹായുദ്ധം ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തന്റെ രക്തത്താൽ കഴുകാൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അന്ന് ഒരു വിമലഭാഷവും ആലയത്തിലെ പ്രവാസവും കേട്ടവർ ആലയം തകരുന്നതിന് മുമ്പ് പെല്ലയിലേക്ക് ഓടിയെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ട് രാജയുടെ പെട്ടകത്തിൽ കടന്ന് ദൈവമക്കൾ ഇവിടെ നിൽക്കത്തില്ല. അതൊരു നിഴലെങ്കിൽ അവർ ഓടും. എവിടെ? കാന്തന്റെ കാഹളത്തിങ്കൽ. AD 70 ആലയം തകർക്കപ്പെട്ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേലിന് ആലയമില്ല. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്നൊന്നേ വിലാപമതിലുണ്ട്. ആ വിലാപമതിലിന്റെ പേര് വെസ്റ്റേൺ വാൾ. 2-ാമത്തത് കിഴക്കേ വാതിൽ. ഈ വിലാപമതിലിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ? ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ വിലാപമതിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം സ്ട്രൈക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രി ഇറ്റാമിൻ ബെൻ ഗിയർ കഴിഞ്ഞ ദിവസങ്ങളിൽ യെരുശലേമിന്റെ കിഴക്കേ വാതിലുണ്ട്. അവിടെ വന്ന് 150 പേരെ കൂട്ടി തോറ വായിക്കുന്നു. അതെല്ലാം നിങ്ങളുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം നിലവിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ആലയത്തിന് വേണ്ടി ഇവിടെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവകുഞ്ഞുങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? മക്കളെ പറഞ്ഞു തരാം. 1973 ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈ കിഴക്കേ വാതിലൊന്ന് തുറക്കാൻ പോയി. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ബൈബിൾ കൂടെ വെക്കണം. അതുകൊണ്ട് ഞാൻ വചനം ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് എസെക്കിയേൽ 44:1-2 യഹോവയായ കർത്താവ് കിഴക്കേ ദർശനമുള്ള വാതിലിനടുത്തേക്ക് കൊണ്ടുപോയി. ഇത് അടച്ചിരിക്കണം, ആരും തുറക്കരുത്. അതിനകത്തുകൂടെ ഹല്ലേലൂയ ആരാ? വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നുകൊണ്ട് ഇത് അടച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നമ്മുടെ നാഥൻ മടങ്ങി വരും. അതാ ദാവീദ് സങ്കീർത്തനം പാടി 24:7 വാതിലുകളെ നിങ്ങളുടെ നിലകളെ ഉയർത്തുവീ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ മടങ്ങി വരും. യെരുശലേം ദൈവാലയത്തിന്റെ കിഴക്കേ വാതിൽ അടഞ്ഞിരിക്കുന്നു, അവൻ പോയതുപോലെ മടങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കോൺഫ്ലിക്റ്റിനകത്തൊരു സംഭവം നടക്കും. 1-ാമത്തെ സംഭവമായി ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. 1 യഹൂദനാലയം പണിയുവാൻ അനുമതി കൊടുക്കും. 2-ാമത്തെ കാര്യം ജെറുസലേം അറബികൾക്ക് വിട്ടുകൊടുക്കും.
ഒറ്റ ഭാഗമേ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആലയത്തിന്റെ 15 കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കുന്നു. 15 കാര്യങ്ങൾ. ഇനി ദൈവമക്കൾ ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണം. 15 കാര്യങ്ങൾ. അതിന്റെ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു തരാം. ഇന്നലെ രാത്രി ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും വിട്ടുപോയി, എനിക്ക് നല്ല ഓർമ്മയില്ല. ദാണ്ടേ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിന്ന് പുറത്ത്, പടിയടച്ച് ബ്രിട്ടൻ ക്ലിയർ ആയി. അതാ ഇന്നലെ 12 കാര്യം പറഞ്ഞപ്പോ ഒരെണ്ണം പോയെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബ്രിട്ടൻ പുറത്തും. അതിനോടനുബന്ധിച്ച് എല്ലാവരും കേൾക്കണം. എന്താ സംഭവം എന്നറിയാമോ? 15 കാര്യങ്ങൾ ആലയത്തിനോടുള്ള ബന്ധത്തിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ദാണ്ടേ 2017 ഡിസംബർ മാസത്തിൽ ജെറുസലേമിന്റെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി വളരെ വ്യക്തതയോടെ 48 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ ടെൽ അവീവ്. Otherwise, Mr. Trump is coming 2017, the Accord of Abraham conducted to Israel. They are saying the capital city of Israel, that means Jerusalem. ഇതാ പരിഭ്രമ മാത്രമാവുന്നത്. രണ്ടായി അവിടെ അമേരിക്ക എംബസി തുറന്നു. അത് ഭാരമുള്ള കല്ലായി കറക്റ്റായി. ദാണ്ടേ ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മകളായി ഇവാങ്കലിനെ കെട്ടിയിരിക്കുന്ന ആളാ ജാറേദ് കുഷ്ണർ. ഇദ്ദേഹം ഒരു യഹൂദന. ഇദ്ദേഹത്തിന്റെ സന്തത സഹചര്യ ഇന്ന് ബിസിനസ്മാനായ എലോൺ മസ്ക്. ഇവരെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന 3. UN-നകത്ത് ഏറ്റവും നിർണായകമായ സംഭവമുണ്ട്. ഇസ്രയേൽ യൂതരാഷ്ട്രമായി 15 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. 1, ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. 2, മകൾ എംബസി തുറന്നു. 3, UN-ൽ ജൂയിഷ് കമ്മ്യൂണിറ്റിയായി അവർ രജിസ്റ്റർ ചെയ്തു. 4-മത്തെ കാര്യം, മിഡിൽ ഈസ്റ്റ് അവിടെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. നിങ്ങളുടെ സ്ഥലത്തുണ്ടോ എന്ന് അറിയത്തില്ല. അവർക്ക് ഇതിന് ഇത് കൊടുത്തു, ടീം ആൻഡ് ബെയർ ഇത് പണിയാനായിട്ട്. 4-മത്തെ കാര്യം. 5, ആഗോള വ്യാപകമായി $60 ലക്ഷം $3 ബില്യൺ ഇവർ യഹൂദ കമ്മ്യൂണിറ്റി പിരിച്ചു കഴിഞ്ഞു. 6-മത്തെ കാര്യം, ഭൂമിയെ അടിച്ചെക്ക് ചെയ്യാൻ ആൽട്രോ എന്ന് പറയുന്ന ഒരു സെസിമോളജി അഥവാ കൺസൾട്ടേഷനെ ഏർപ്പെടുത്തിയെന്ന് അവിടുന്ന് വാർത്തകൾ വരുന്നു. 7-മത്തെ കാര്യം, സകല യഹൂദന്മാരുടെ കമ്പ്യൂട്ടറിനകത്തും 44 ദിവസം കൊണ്ട് പണിയാനുള്ള ആ സകല സാധനങ്ങൾ ശരിയായിട്ടുണ്ട്. അതിനാസ്പദമായി ഇതിനകത്ത് പലരും പത്തനംതിട്ട ജില്ലക്കാരാ. 31 പ്രാവശ്യം ഇസ്രായേൽ സന്ദർശിച്ച ഒരു വ്യക്തി പത്തനംതിട്ട ജില്ലയിലുണ്ട്. നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷൻ അദ്ദേഹത്തിന്റെ ജോർജ് കോശി മൈലപ്പ. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇതിനെപ്പറ്റി വിശദമായിട്ട് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സകല ആലയത്തിന്റെ സാധനങ്ങൾ ശരിയായി കഴിഞ്ഞു. 44 ഡേയ്സ് കൊണ്ട് 7 കാര്യം കഴിഞ്ഞു. 8-മത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ഇസ്രായേൽ രാഷ്ട്രം ഇന്ന് ചുവന്ന പശുക്കളെ വളർത്തുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വാസുദ് എന്തോ പറയുന്നത്. ചുവന്ന പശുക്കളെ ഇസ്രായേൽ വളർത്തുന്നു. 8-മത്തെ കാര്യം. 9, IPCയുടെ ഹെബ്രോൻപുരം ബൈബിൾ കോളേജ് ഉള്ളതുപോലെ ഇസ്രായേലിന്റെ തൽമൂന്ന് ഏകദേശം എത്ര പേരെ പഠിപ്പിക്കുന്നു? 200 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. 9. 10-മത്തെ കാര്യം, അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ചുവന്ന പശുക്കളെ അവർ 4 മറ്റോ കൊണ്ടുവന്നു. 10. 11-മത്തെ കാര്യം, ഇസ്രായേലിന് ഒരു ആലയം ഉണ്ടായാൽ സകല യഹൂദന്മാരും അവിടെ മടങ്ങി വരുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഉണ്ടായത് കൊണ്ട് ഇന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ഒരു ചെറുപ്പക്കാരനെ ലണ്ടനിലേക്ക് വിട്ടു. സ്കൂൾ ഓഫ് പോലീസ് ലണ്ടൻ, റോണി അൽ ഷക്കർ. അദ്ദേഹമാ ഇന്ന് ട്രാഫിക് മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. 12-മത്തെ കാര്യം. അത് കഴിഞ്ഞ് 11-മത്തെ കാര്യം. 12-മത്തെ കാര്യം, ഏറ്റവും നിർണായകമായി ഒരു സംഭവം നടക്കുന്ന 12-മത്തെ കാര്യം, ഈ ആലയത്തിനകത്ത് പുരോഹിതരെ ധരിപ്പാൻ മാർപ്പതക്കം. ഈ മാർപ്പതക്കം മെഡിറ്ററേനിയൻ കടലിലെ ഒച്ച്, അത് ആ കടലിൽ കിട്ടുന്ന ഒച്ചുണ്ട്, ആ തോടെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് $1,70,000 വിലയുള്ള മാർപ്പതക്കം ശരിയാക്കി. 12 കാര്യങ്ങൾ. 13-മത്തെ സംഭവം എല്ലാവരും കേൾക്കണം. 13-മത്തെ സംഭവമായി ഇന്ന് അവർ ആചരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ഹനൂക്ക ഫെസ്റ്റിവൽ. ഹനൂക്ക ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ചുവന്ന പശുവിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് യാഗപീഠത്തിൽ സമർപ്പിക്കുന്നു. 13 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു ആലയത്തിന് വേണ്ടി. 1, തലസ്ഥാനം. 2, എംബസി. 3, ഇസ്രായേൽ രാഷ്ട്രം, യഹൂദ രാഷ്ട്രം. 4, $60 ലക്ഷം ബില്യൺ. 5, ടീം ആൻഡ് ബിയർ കോൺട്രാക്ടിംഗ്. 6, കൺസൾട്ടേഷൻ ആൽക്രോ. 7, 44 ദിവസം കൊണ്ട് പണിയാനുള്ള പ്ലാൻ മെറ്റീരിയൽസ്. 8, ചുവന്ന പശു. 9, കുഞ്ഞുങ്ങൾ തൽമോദ്. 10, ടെക്സാസിൽ നിന്ന് 2 പശുവിനെ 4 പശുക്കളെ പ്ലെയിനിൽ കൊണ്ടുവന്നു. റാൻഡങ്കസ്. 11, നിർണായകമായ സംഭവം
അടിച്ചു, ഇസ്രായേൽ അടിച്ച് വീട്ടുകളിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ ബൈബിൾ കൂടെ എടുക്കണം. വാക്യം ഞാൻ വായിക്കുന്നില്ല, ഞാൻ വേഗത്തിൽ പറയാം. പുറപ്പാട് പുസ്തകം 30:12-13 കാണാതെ പറയുന്നുണ്ട്. ഒരു വാക്ക് മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ കൂടെ എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 12 and 13. പുറപ്പാട് 30:12-13. ആലയത്തിന്റെ തൂക്കപ്രകാരം ഓരോരുത്തരും യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കലിന്റെ പ്രത്യേകത പറയാം. ഇവിടെ നിങ്ങൾ സമാധാനത്തിൽ കേൾക്കണം. അന്ത്യകാല സംഭവം ക്ലാസ് പോലെ. 1948 മെയ് 14 ഇസ്രായേൽ സ്വാതന്ത്ര്യമായി. അന്ന് അവരുടെ നാണയം ശെക്കേല. 1970 ആയപ്പോൾ അവർ ലോകത്തിലെ ധനവാന്മാരായി. ഈ ശെക്കേൽ മുഴുവൻ മാറിപ്പോയി, 1/2 ശേക്കൽ പോയി. നാടൻ മലയാളത്തിനകത്ത് നാട്ടിലുള്ളവരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ 1 പൈസയുണ്ട്, 2 പൈസയുണ്ട്, 5 പൈസയുണ്ട്. ബസ്സിൽ എസ്റ്റ് കൊടുക്കുന്ന 10 പൈസ. ആ 10 പൈസക്ക് മോരും വെള്ളം നാരങ്ങ വെള്ളം കിട്ടുമായിരുന്നു സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ. അങ്ങനെ. പക്ഷെ കാലത്തിന്റെ വരേക്കത്ത് 25 പോയി, 50 പോയി, ഇതെല്ലാം പോയി. അതുപോലെ ഇസ്രായേലില് 1/2 ശേക്കൽ പോയി. പക്ഷെ കോവിഡ് കാലത്ത് ഇന്നത്തെ ബെഞ്ചമിനെ തന്നെയാവും 1/2 ശേക്കൽ നാണയം അടിച്ച് ട്രഷർ ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തിരിക്കാം. നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ പുറപ്പാട് 30:12-13 എടുത്തു വെക്കണം. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാത്തത്. എടുത്തു വെച്ചിട്ട് വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം 1/2 ശേക്കൽ കഴിക്കണം. നിങ്ങളുടെ ഓരോരുത്തന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആലയത്തിനകത്ത് സമർപ്പിക്കണം. ധനവാൻ 1/2 ശേക്കൽ കൂടുതൽ കൊടുക്കരുത്. ദരിദ്രൻ 1/2 ശേക്കൽ താഴെ കൊടുക്കരുത്. നാടൻ മലയാളം നമ്മുടെ എലോൺ മസ്കിനെ പോലുള്ള യഹൂദൻ കൂടുതൽ കൊടുക്കരുത്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റുള്ള വ്യക്തികളും കുറച്ചു കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിലയായി ഇസ്രായേലിനകത്ത് ഇന്ന് നാണയം അടിച്ചിരിക്കുന്നു. ഓരോരുത്തൻ കാണിക്കയിടുമ്പോൾ കുഞ്ഞുങ്ങൾ കൊടുക്കണ്ട. 20 വയസ്സിൽ മേലെയുള്ളവർ താന്താന്റെ വീണ്ടെടുപ്പിന്റെ വിലയായി ആലയത്തിന്റെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. കോവിഡ് കാലത്ത് ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു ആലയത്തിനകത്ത് കാണിക്കയിടാൻ. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചു ചോദിച്ചാൽ പറയും. അവരുടെ തല എണ്ണി അവർക്ക് വേണ്ടി about 20 years അവർക്ക് കാണിക്കയിടാൻ 1/2 ശേക്കൽ കൊടുത്തു. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. അന്നേ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നമായി ഇപ്പോഴും കത്തുന്നത് ബെഞ്ചമിന് തന്നെ ആവുവിനെതിരെ. അന്ന് അവര് ഈ കോവിഡ് വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു. മനുഷ്യന്റെ കയ്യിൽ മൈക്രോചിപ്പ് വെക്കുക, ഏറ്റവും വലിയ ടെക്നോളജി വരെയില്ല, മൊട്രോള. എല്ലാവരും കേൾക്കണം. അന്ന് ഈ കുഞ്ഞുങ്ങളുടെ കൈ ഒരെണ്ണം കൊടുക്കായിരുന്നു ഹൈഷാൻ, അഥവാ മൈന്യൂട്ട് ചിപ്പ്. പ്രായം ചെന്നവരുടെ തലയിൽ കൊടുക്കാൻ ഷാബ്, അങ്ങനെ ചിപ്പ് കൊണ്ടുവരാൻ തുടങ്ങിയതാണ്. പക്ഷേ മോശയുടെ തലമുറ അസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കർത്ത, യവമാന മോശയുടെ പിൻഗാമികൾ, അവർ ഇസ്രായേലിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വാക്സിൻ എടുക്കത്തില്ല. അവര് പറഞ്ഞു ഈ ചിപ്പ് ഞങ്ങൾ വെക്കത്തില്ല. അത് വളരെ വലിയൊരു പ്രസംഗമാണ്. ലേവ്യ പുസ്തകത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കാര്യമുണ്ട്. പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിൽക്കുകയും നിറം വാങ്ങുകയും ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവൻ. അന്ന് തൊട്ട 2 ചേരി അവിടെ ഉടലെടുത്തിരിക്കുന്ന. അന്ന് ഇദ്ദേഹം മാക്സിമം നോക്കിയത് മൈക്രോചിപ്പ് കൊണ്ടുവരാൻ. പക്ഷെ ഒരു കാലത്തും യഹൂദൻ ചിപ്പ് ധരിക്കത്തില്ല. പുള്ളി തക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ മങ്ങുകയും നിറം അതിനകത്ത് വന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഹൈലി മോട്ടിവേറ്റഡ് ടെക്നോളജി എല്ലാവയും. പക്ഷെ അവിടുന്ന് ചിപ്പ് വന്നിട്ടില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു കാലത്ത് ഈ മൈക്രോചിപ്പ് എതിർ ക്രിസ്തു കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട് അവരുടെ കയ്യിലേക്ക്. എന്നാൽ ആ ചിപ്പ് അവിടെ ഏക്കുന്നതിന് മുമ്പ് മഹനീയം കൺവെൻഷനിൽ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ഏത് ചിപ്പ? അലോയ്, സിലിക്കോണും മൈക്രോയും അല്ല, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. ഇന്ന് രാത്രി മഹനീയത്തിലിരിക്കുന്ന ദൈവമക്കളെ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനോടനുബന്ധിച്ച് ആഗോള വ്യാപകമായി യഹൂദൻ മടങ്ങി വരുന്നു. അതാ ഒക്ടോബർ 7 അറ്റാക്ക്. ഇതിപ്പോഴൊന്നും തീരത്തില്ല. അവരൊരു ടാർജറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർജറ്റ് അവസാനിക്കുമ്പോൾ തീരും. ഒരു കാരണവശാലും ഇതൊരു 3-ാം ലോക മഹായുദ്ധം ആകത്തില്ല. ശ്രദ്ധയോടെ എസെക്കിയേൽ പ്രവചനം 36:24 ഒക്ടോബർ 7 വരുമ്പോൾ ബൈബിൾ കൂടെ വെക്കണം ദൈവമക്കളെ. സമയം പാസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവചനം ശ്രദ്ധിക്കാം. ആമോസ് 2:5 അതിനകത്ത് ഇങ്ങനൊരു ഭാഗമുണ്ട്. ഞാൻ യഹൂദിയക്കകത്ത് ഒരു തീ അടിക്കും, അത് യെരൂശലേമിന്റെ അരമനകളെ നശിപ്പിച്ചു കളയും. ഒക്ടോബർ 7 ഇസ്രായേൽ സ്വാതന്ത്ര്യമായി കഴിഞ്ഞപ്പോൾ 1200 ചിലവാനം പേര് ഹമാസ് ഫൈറ്റേഴ്സ്
കൊന്നുകളയുകയും 250 പേരെ അവരെ ബന്ദികളാക്കി കൊണ്ടുപോയി. അന്ന് തൊട്ട് ഗാസയിലെ അന്താരാഷ്ട്ര വിഷയം. അത് ബൈബിളിനകത്തുണ്ട്. ഗാസ തീഗോളം. ആമോസ് കൂടെ വെക്കണം. ആമോസ് 1:6-7. ഗാസയുടെ തീ മതിലിനകത്ത് ഞാൻ ഒരു തീ അയക്കും, അതിന്റെ അരമനകളെ അത് ദഹിപ്പിച്ചു കളയും. ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം ശിക്ഷ മടക്കി കളയാതെ ഞാൻ കാക്കും. ഏതോമിലെ വീരന്മാരെ കൊണ്ടുപോകും, ഭക്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ഇന്നത്തെ ഈ വിഷയം കോംപ്രമൈസ് ആകാൻ 47 ബന്ദി അഥവാ റെഫ്യൂജസ് പോലെ ഇന്ന് ഹമാസ് പോരാളികളുടെ കസ്റ്റഡിയിലുണ്ട്. ഇതെല്ലാം അടുത്ത വിത്തിൻ 2 വീക്സ് ക്രിസ്മസ് എത്തുന്നതിന് മുമ്പ് ഇതെല്ലാം സൊല്യൂഷൻ ആവും. അപ്പോൾ അന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഒരു പ്രവചനം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലേക്ക് വരിക, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ഇന്ന് രാത്രി അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അമ്മ യഹൂദ സ്ത്രീ ആയിരിക്കണം, അപ്പനാരോ ആയിക്കോട്ടെ. ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ഞാൻ പ്രഭാഷണം നടത്താൻ പോയപ്പോൾ അവർ പറഞ്ഞ സകല യഹൂദന്മാരും മടങ്ങിപ്പോയി. കൊച്ചി ബാബുചേട്ടനെ ഉള്ളു. അങ്കമാലി, കൊരട്ടി, ചാലക്കുടി, മട്ടാഞ്ചേരി അവിടെ ഒന്നും അല്ല. നാളെ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മുഖ്യമന്ത്രി കേക്കറിന് മുമ്പ് മത്സരിച്ച സ്ഥലമാണ്. മായിലാക എന്ന വാണ്ടറിംഗ് ജ്യൂസ് അവിടെ ആരുമില്ല. അതുപോലെ ജോസഫിന്റെ തലമുറകൾ മനശ്ശേ ഗോത്രം, ചരിത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്താട്ടെ. മണിപ്പൂര്, മിസോറാം, അരുണാചൽ, നാഗാലാൻഡ്, അവിടുന്ന് എല്ലാവരും പ്ലെയിൻ കയറി പോയി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അമിത്ഷായ്ക്ക് കൈയും കൊടുത്തു. അതൊരു കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. എസെക്കിയേൽ 36:24 ബൈബിൾ കൂടെ വെക്കണം. നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് ഞാൻ നിങ്ങളെ മടക്കി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവരും. ഇന്ന് രാത്രി മഹനീയൻ കൺവെൻഷൻ യഹൂദൻ മടങ്ങി വരുന്നു. ഇസ്രായേലിലെ സുന്ദരമായ ഒരു എയർപോർട്ട് ഉണ്ട്, അതിന്റെ പേര് ടെല്ലവീവ്. അതിനകത്ത് ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ട്. അവിടെ ദുബായ് നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പവലിയൻ വെച്ചോള് അവിടെ ഒരു ഗ്രൂപ്പ് ശരിയായ റോഷ് ഓഷണ്ണ ഗ്രൂപ്പ് മടങ്ങി വരുന്ന യഹൂദൻ അന്തിമ ഓഷണ്ണയിലേക്ക്. അത് മാത്രമല്ല, നിങ്ങൾ മിഡിൽ ഈസ്റ്റിനെ പറ്റി പഠിക്കുന്നവർ, ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേരാ ഏലാ താഴ്വര, ഏലാത്ത് വാലി. അവിടെ ഇന്ന് ആയിരക്കണക്കിന് വീടുകൾ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ദിവസങ്ങൾ ബഹുമാനപ്പെട്ട ബിജു പാസ്റ്റർ ഈ കൺവെൻഷന് വേണ്ടി ഒരു ബ്രോഷർ തയ്യാറാക്കിയപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളെ പറയാം. ഇന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു 3250 വില്ല കൂടി സെറ്റിൽമെന്റ് പണിയുന്നു. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. 2800 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ സകല ജനത്തിന്റെ നടുവിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിപ്പാതെ അവർ മടങ്ങി വരും. ഇന്ന് രാത്രി മഹനീയത്തിലിരിക്കുന്ന ദൈവമക്കളെ, അവർ മടങ്ങി വരുന്ന 2 കാര്യം. 1 ഒരു അന്തിമ യുദ്ധം, 2 ഒരു ദേവാലയം. അതെല്ലാം ഇവിടെ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരും. നിങ്ങൾ മിഡിൽ ഈസ്റ്റ് വിട്ടൊന്ന് ഓടണ്ട. കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ ഏതാണ്ട് ഒരു പാസ് പറഞ്ഞ് കർത്താവ് വരുമെന്ന് അവര് പലരും സ്വത്തും മതിലും ഒക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വരുന്നതിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ ആയോളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ദുബായ് ആകട്ടെ, ഷാർജ ആകട്ടെ, അതർവൈസ് ഫിജറ ആകട്ടെ, റാസൽ ഖൈമ ആകട്ടെ, മേ ബി ദ ടൈം സോൺ ഈസ് ഗോയിങ് കുവൈറ്റ്, അതർവൈസ് US, നിങ്ങളുടെ വസ്തുക്കളും കാര്യങ്ങളും ഒന്നും വിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നവർക്കായി 3 കാര്യം നടക്കണം കർത്താവിന്റെ വരവിന് വേണ്ടി. 1 ബൈബിൾ കൂടെ വെക്കണം. മത്തായി 24:15-16 രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ കർത്താവ് മടങ്ങി വരും. നിങ്ങളോട് നല്ല രീതിയിൽ പറയാം, വടക്കേന്ത്യയിൽ പോകണം. അവിടെ ഏകദേശം 5000 ഗ്രാമങ്ങളിൽ ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ല. ഞാൻ ഈ കൺവെൻഷൻ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി ഛത്തീസ്ഗഡിനും ഒറീസയ്ക്കും ഗ്രാമങ്ങളിലേക്ക് പോകുക. ചില ദിവസങ്ങൾ भाइयों बहनों सुनता है आप लोग सुनना मांगता। नॉर्थ इंडिया में 5000 गांव में अभी तक किसी को पता नहीं चलता है कौन है परमेश्वर, मसीहा कौन है, किसी को नहीं मालूम है. പിന്നെ കർത്താവ് വരൂ. 5000 ഗ്രാമങ്ങൾ സൗത്ത് ആഫ്രിക്ക. അതുപോലെ ദയവീത് ഇങ്ങനെയുള്ള പ്രസംഗം കേട്ട് നിങ്ങളുടെ വീടും കാറും ഒന്നും വെട്ടിക്കളയരുത്. ഇത് വരവിന്റെ ലക്ഷണങ്ങൾ. എമറേറ്റ്സ് പ്ലെയിൻ റൺവേ എന്ന് ഉയർന്നിട്ടേ ഉള്ളൂ. ഇനി എത്ര മണിക്കൂർ എടുക്കും നെടുമ്പാശ്ശേരിയിലോ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലെത്താൻ? അത് ഈച്ചുദോവിന്റെ ആരംഭം. 2 റോമാലേഖനം 11:25 ബൈബിൾ കൂടെ വെക്കണം. ഞങ്ങളെല്ലാം ബൈബിൾ പഠിക്കണം. എന്തെങ്കിലും നോട്ട് ചെയ്തിട്ട് പോയൊരു കാര്യമില്ല. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായ കാഠിന്യം ഉണ്ടാവും. അതാ ഒക്ടോബർ 7. ഈ ഒക്ടോബർ 7 ആകുമ്പോൾ 2 വർഷമാ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായ കാഠിന്യം. 3-ാമത്തെ പ്രവചനം പത്രോസ്ലീഹ ധന്യം ചൊല്ലി. ചിലർ താമസം വിചാരിക്കുന്നതില് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ അല്പം കൂടി താമസിക്കുന്നത്. ചിലര് ദീർഘക്ഷമ കാണിക്കുക, ചിലരും കൂടെ പെട്ടകത്തിനകത്ത് കിടക്കണം, രക്ഷയുടെ പെട്ടകത്തിൽ. അതായി മഹനീയൻ കൺവെൻഷൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ പോകുന്നത് ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് പോകത്തില്ല. മിസ്റ്റർ
അന്തിമ യുദ്ധം ഉണ്ടാവോ? യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ബൈബിളുള്ളവർ എടുക്കണം. യിരെമ്യാ 6:14 വാക്യം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന് താൽക്കാലികമായ മുറിവ് കിട്ടുന്നു. അപ്പൊ ഇതൊരു 3-ാം ലോക മഹായുദ്ധം വരത്തില്ല. ഫ്രാക്ചർ അവിടെ ഉണ്ട്, കാലിന്റെ എല്ലാം ഒടിഞ്ഞതുണ്ട്. മെഡിക്കൽ സയൻസ് ഭാഷ പറയാം. തൽക്കാലം ബാൻഡേഡ് ഇട്ട് നീരൊക്കെ കുറച്ച് ആശ്വാസ് വാക്കിങ്ങിന് ഒരു സംവിധാനം ഉണ്ടാക്കാം. ബാക്കി പുറകെ വരുന്നുണ്ട്, സർജറി പുറകെ വരുന്നുണ്ട്. ഇത് ബാൻഡേഡാ. അതുകൊണ്ട് മിസ്റ്റർ ട്രംപ് വന്നിരിക്കുന്നത് ഈ കൊലീഷനകത്ത് ഒരു സമാധാനം ഉണ്ടാക്കാൻ. അതുകൊണ്ട് UAE ഇരിക്കുന്ന സഹോദരങ്ങൾ, ഖത്തറിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ മക്കൾ, അതുപോലെ തന്നെ ഏത് രാജ്യത്തിരിക്കുന്നവരും ഇതൊക്കെ വരവിന്റെ ലക്ഷണങ്ങളാ. ഇതൊരു 3-ാം ലോക മഹായുദ്ധം ഇപ്പോൾ നടക്കത്തില്ല. 1 രാജ്യത്തിന്റെ സുവിശേഷം, 2 ഇസ്രായേൽ അംശമായ കാഠിന്യം, 3 ജാതികളുടെ പൂർണ്ണസംഖ്യ. അത് ചേരുവോളം കർത്താവ് ദീർഘക്ഷമ കാണിക്കും. അങ്ങനെയെങ്കിൽ 2 ആലയം ഒരേ സമയം ഭൂമിയിൽ ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ വചനം ചിന്തിക്കുക. 2 ആലയം ഒരേ സമയം ഭൂമിയിൽ ഉണ്ടാവുമോ? ഇന്ന് രാത്രി ആന്റി ക്രൈസ്റ്റ് വന്ന് യഹൂദനുമായും അറബ് ലീഗുമായി കരാറപ്പെട്ട് അവൻ വെള്ളക്കുതിരയുടെ പുറമോടിയോട് കൂടി ഒരാലയം പണിവാൻ പദ്ധതി വെക്കും.